ഗൈസ്, വെൽക്കം ടു പുതിയ ദിവസം. ചെക്കന്റെ കല്യാണമാണ്, എൻഗേജ്മെന്റ് ആണ്. എന്റെ കളിക്കൂട്ടുകാരനും മുറ്റ ചങ്ങാതിയുമായ യാസറിന്റെ എൻഗേജ്മെന്റ് ഉണ്ടായിട്ട് എല്ലാവരും ഞങ്ങളുടെ കാത്തുക. പക്ഷെ ഞങ്ങളിവിടെ വണ്ടി കേൾക്കി നിൽക്കുകയാണ്. പുതിയ ആപ്പിളി പുതിയ ഒരുങ്ങില്ലെങ്കിലും വേണ്ടില്ല നമ്മളെ വണ്ടി എപ്പോഴും സട്ടുകൂടി സുപ്പുട് സുന്ദരിമണി ആയിരിക്കണം. അങ്ങനെ ഒടുവിൽ എൻഗേജ്മെന്റിന് വേണ്ടി പുതിയാപ്പിളിന്റെ വണ്ടിന്റെ ബാക്കിൽ നമ്മൾ വരിയായിട്ട് പോകാൻ തുടങ്ങി. ഈ ഏകാന്തത്തിൽ നിൽക്കുന്ന ഇൻവേർട്ടറാണ് പുതിയാപ്പിളിന്റെ അനിയൻ. എന്നിട്ട് പുതിയണ്ണിന്റെ വീട്ടിലെത്തിയാണ് കാറിന്റെ ഡിക്കാണ് തുറന്ന് ഹരിശ്രേഷകം പറഞ്ഞാൽ വാവ് ദിസ് ഇസ് ടു മച്ച്. ഇനിങ്ങൾക്ക് പുതിയാപ്പിളിനെ കാണിച്ചെന്റെ ഇതാക്കണു വിദൂരതയിൽ കുപ്പായം തിരികൊണ്ടേയിരിക്കുന്നു യാസർ മോൻ. അങ്ങനെ മുട്ടായി എല്ലാവർക്കും വിതരണം ചെയ്ത് വരിയായിട്ട് പോവാനുള്ള തയ്യാറെടുപ്പിലായി. തൽക്കാലം നമുക്കിത് കണ്ട് പഠിക്കാം. എങ്ങനെ കണ്ട് പഠിക്കാം? എന്തായാലേ പണ്ട് വെളിവും വെള്ളിയാഴ്ചയിൽ അത് ടൗസർ ഇട്ട് കാണി എന്റെ മണ്ടി കളിച്ചിരുന്ന ചെക്കനപ്പൊ ഓനൊക്കെ പുതിയാപ്പിളായി. അങ്ങനെ എല്ലാവരും മുട്ടായിട്ടും വരിവരെയൊക്കെ പെണ്ണിന്റെ വീട്ടിലേക്ക് കയറി. അല്ലാതെ പിന്നെ തിരിച്ച് കാറിലേക്ക് കയറാൻ പറ്റൂലല്ലോ പരിപാടി കഴിയാതെ. ഇവനെ ഞങ്ങൾക്ക് ഓർമ്മല്ലേ നമ്മളെ ഷാനില്ലാതെ എന്ത് പരിപാടിയാടാ. ഞങ്ങൾക്കാണെങ്കിൽ ചെക്കന്റെ വീട്ടുകാരെന്നുള്ളതിന്റെ ഹുങ്ക് കുറച്ച് അധികം ഉണ്ട്. ഇതിൽ ഷിബിൽ ഏത് ഷിബിലിന്റെ വാപ്പ ഏതെന്ന് കമന്റ് ബോക്സിൽ കണ്ടുപിടിക്കുന്നവർക്ക് ഷിബിലിന്റെ കയ്യിലിരിക്കുന്ന iPhone 13 Pro സമ്മാനമായി നൽകുന്നതാണ്. ഈ ചെക്കൻ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ചെക്കനെ കണ്ടപ്പോൾ എനിക്ക് തുറപ്പുകൊല്ലാത്ത കൊച്ചിനീഫനാണ് ഓർമ്മ വന്നത്. മരിച്ച വീട്ടിൽ പോയ മയ്യത്താവണം, കല്യാണ വീട്ടിൽ പോയ പുതിയാപ്പളിന്റെ മടി കയറിയിരിക്കണം. അങ്ങനത്തെ ഒരു വിക്രസാണ് എന്റെ ഷിബിൽ മോനെ. കൊടുക്കാനുള്ള പ്രായമായിക്കണമെങ്കിൽ തൽക്കാലം ആ പൂവ് മണത്തിരുന്നു. അത് പന്നെ കൊണ്ട് കൂട്ടിയേ കൂടുള്ളൂ. ഷിബിലിന്റെ വാപ്പയാണെങ്കിൽ തൊട്ടപ്പുറത്ത് നിന്ന് കാണി ഇതിലും നല്ലത് വാഴ വെച്ച മതി എന്നുള്ള എക്സ്പ്രഷൻ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മണവാട്ടി വേദിയിലേക്ക് ആഗതമായിരിക്കുന്നു. സുഹൃത്തുക്കളെ, മണവാളം ചെറു പുഞ്ചിരിയേറിയ നാണത്തോടെ മണവാട്ടിയെ നോക്കുന്നു. വാവ് സോ ക്യൂട്ട്. അങ്ങനെ എന്റെ യാസിർ മോൻ അവൾക്കായി കൊടുന്ന ബൊക്ക കൈമാറുന്നു. വാവ് വാട്ട് എ ഫാന്റാസ്റ്റിക് മൊമെന്റ്. നിങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്ത് നടന്നോളൂ. ചെക്കൻ വരെ പെണ്ണിട്ടി എന്തിന് പറ്റിടങ്ങളൊക്കെ. കൂട്ടത്തിൽ ആദ്യം പെണ്ണിട്ടി കുട്ടിയായതുകൊണ്ട് മൊത്തത്തിലൊരു മൂത്താപ്പ റോള് കളിക്കണം ഇന്റെ അസീം. ഞാൻ പിന്നെ എവിടെ പോയാലും എനിക്ക് എതിരാളിയേക്കേണ്ട ഒരു വ്ളോഗറെങ്കിൽ ഒരു വ്ളോഗർ ഉണ്ടാവും. കുട്ടിനെ ഞാൻ കണ്ണുറ്റിയാണ് പേടിപ്പിച്ചത്. അല്ല പിന്നെ ഇന്റെ ഫീൽഡ് തൊട്ടിട്ട് കളി. കല്യാണം കഴിക്കുന്നതിനെ പറ്റി ആലോചിച്ചിരുന്നപ്പോഴാണ് എന്റെ സുഹൃത്തുക്കൾ നമുക്ക് തൽക്കാലം ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ തിന്നാൻ വേണ്ടി വലിച്ചുണ്ടായത്. പുതിയാപ്പളിനൊപ്പം ഇരുന്നോണ്ട് തന്നെ കോഴി പൊരിച്ചിനും ബീഫ് വരട്ടിനും ഒരു പഞ്ചൂല്ലേന്. അങ്ങനെ സക്സസ്ഫുള്ളി മുട്ടായി കൊടുക്കലിന് ചടങ്ങ് മൊത്തം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇനി അടുത്ത മുട്ടായി കൊടുക്കലിന് കാണാം. ചിലപ്പോൾ അഥവാ ഇന്റേതാണെങ്കിലോ പറയാൻ പറ്റൂലേ. എന്താ പറ്റിയ എല്ലാരും ദുആ ചെയ്യാ, ഫോളോ ചെയ്യാ.